സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ഹോൾഡേഴ്സ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചെങ്കിലും സർക്കാർ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല. മാസങ്ങളോളമാണ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തത്. സർക്കാർ പെരുമാറിയത് നികൃഷ്ട ജീവികളോട് എന്ന പോലെയെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു. അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ട് 62 ദിവസമാണ്. ഈ ഒരു 62 ദിവസമായിട്ടും ഗവൺമെന്റും കേരള PSCയും ഇത്രയേറെ നികൃഷ്ട ജീവികളോട് പെരുമാറുന്ന രീതിയിൽ ഒരു പെരുമാറ്റമാണ് ഞങ്ങളോട് എല്ലാവരോടും കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് നമുക്ക് കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2 വർഷം കൂടെ നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്കറിയാൻ കഴിയുന്നത്. നമുക്കൊരു ഇടക്കാല ഉത്തരവുണ്ട്. അതുകൊണ്ട് തന്നെ സമരം ഈ 62 ദിവസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന സമരം താൽക്കാലികമായിട്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അഖിൽ ഷാ അൻസാർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി. അഖിൽ ഷാ, ഏത് സാഹചര്യത്തിലാണ് ഈ CPO റാങ്ക് ഹോൾഡേഴ്സ് സമരം നിർത്തിവെക്കാൻ അവർ തീരുമാനിച്ചത്? സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല, എന്താണ് അവർ പറയുന്നത്? ഗോപികൃഷ്ണൻ, ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചത്. 1 വർഷത്തെ സമയം പൂർത്തിയാക്കി ഇന്നലെ രാത്രിയോടുകൂടി ഈ ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചു. കഴിഞ്ഞ 61 ദിവസമായി ഈ 9,000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾ പല ഘട്ടങ്ങളിലായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തു വരികയായിരുന്നു. പല രീതിയിലുള്ള സമര രീതികളാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോയത്. അതായത് തലമുണ്ടനം ചെയ്യുക, അതുപോലെ പുല്ല് തിന്നുക ഉൾപ്പെടെയുള്ള വലിയ സമര പരിപാടികളുമായാണ് മുന്നോട്ട് പോയത്. ഇടയ്ക്ക് ഈ പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ വ്യാപിക്കുകയും പോലീസ് ഉൾപ്പെടെ അതിൽ ഇടപെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയെങ്കിലും അതിനും പരിഹാരം കണ്ടില്ല. ഈ സർക്കാരിന്, അതായത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് 100 കണക്കിന് നിവേദനങ്ങളാണ് ഈ ഉദ്യോഗാർത്ഥികൾ നൽകിയത്. പക്ഷെ അതിലൊന്നും അനുകൂലമായ ഒരു മറുപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇവർ പറയുന്നത്. സർക്കാരിന് ഇവരോടുള്ള സമീപനം നികൃഷ്ട ജീവികളെ പോലെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPIയിലെയോ അല്ലെങ്കിൽ CPMിലെ ആളുകൾ ഒരാൾ പോലും ഇവിടെ എത്തുകയോ എന്താണ് ഇവരുടെ പ്രശ്നമെന്ന് ചോദിക്കുകയോ പോലും തയ്യാറായില്ല. എല്ലാവരുടെയും ഭാഗത്തു നിന്നും മോശം സമീപനമാണ് ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഒരു കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണ്. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ താൽക്കാലികമായി ഈ സമരം അവസാനിപ്പിക്കുകയാണ്. സർക്കാർ ഇതിൽ ഇനിയും ഇടപെടും എന്നുള്ള പ്രതീക്ഷയിലുമാണ് ഉദ്യോഗാർത്ഥികൾ. ശരി, അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.